ഹായ്, ഇന്നലെ ഏഷ്യനെറ്റിന്റെ 9:30-ക്കുള്ള എപ്പിസോഡ് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ സിനിമയ്ക്ക് പോയി. DS ഇറെ, പ്രണവ് മോഹൻലാലിന്റെ ഹൊറർ സിനിമ. പേടിക്കാൻ വേണ്ടി തന്നെയാണ് തിയേറ്ററിലേക്ക് പോയത്. നല്ല രീതിയിൽ പേടിച്ചു. ഗംഭീരമായ ഒരു സിനിമ. ആ പേടിയോടെയാണ് വീട്ടിലേക്ക് പോയത്, ഉറങ്ങാൻ കിടന്നത്. പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആരോ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്തില്ല, ഉറക്കവും വന്നില്ല. എന്നാൽ പിന്നെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കാണാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് കണ്ടു. ഇന്നലത്തെ എപ്പിസോഡ് ഷാനവാസ് തൂക്കി എന്ന് തന്നെ പറയണം. ഗംഭീരമായിരുന്നു ഷാനവാസ്. പക്ക ഒരു എന്റർടൈനർ. ആ രീതിയിലാണ് ഇന്നലെ ഷാനവാസ് സംസാരിച്ചത്. അനീഷിനോടായാലും മറ്റുള്ളവരോടായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഷാനവാസ് ഇന്നലെ പൊളിച്ചടുക്കി. ഷാനവാസ് എപ്പിസോഡ് തൂക്കി. ഇതിനിടയിലൂടെ അനീഷിന്റെ പുഷ്പിക്കൽ അത് ഇച്ചിരി കല്ലുകടി ഉണ്ടാക്കി. അതൊഴിച്ചു കഴിഞ്ഞാൽ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. ഈ കാള വാല് വെക്കുമ്പോഴേ നമ്മൾക്കറിയാം എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം. അനീഷിന്റെ അനുമോളോടുള്ള അപ്രോച്ച് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഇന്നലെ സ്നേഹിക്കാൻ ആരെങ്കിലും വേണം, സ്നേഹിക്കപ്പെടണം, അതാണ് ഇതാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഈ ചങ്ങാതിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന്. നല്ല രീതിയിൽ പുഷ്പിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ ഇത് കേട്ട് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെയിരിക്കുന്നു, ചിരിച്ചുകൊണ്ട്. ഇന്ന് പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. നമ്മൾക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിക്കുന്നു. ആ ചോദ്യം, അവർ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവർ പ്രേമിക്കുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല. നമ്മളെ വെറുപ്പിക്കാതിരുന്നാൽ മതി. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. ഇതുവരെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച് അവസാനം ആ ഇഷ്ടം കാറ്റിൽ പറത്താനുള്ള പരിപാടിയാണ് രണ്ടുപേരുടെയും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ പുഷ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ. എന്തൊക്കെയായിരുന്നു ഷാനവാസ് ഈ പറയുന്ന ആദില നൂറയുടെ പാവാട വള്ളി. അനീഷേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അനീഷേട്ടൻ ഒറ്റക്കൊമ്പനാണ്, ഇരട്ടക്കൊമ്പനാണ്, മറ്റേ കൊമ്പനാണ്, മറിച്ച കൊമ്പനാണ്. ദേ ഇപ്പൊ അനുമോളുടെ പുറകെ അങ്ങ് പുഷ്പിച്ച് നടക്കുന്നു. ഇന്നലത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് അനീഷ് ഷാനവാസ് സംസാരം. സത്യം പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിച്ചു കൊന്നു. അതിനുശേഷം ഷാനവാസ് സാബുമാനുമായി സംസാരിക്കുന്നു. സാബുമാനെ കൊന്നു കൊലവിളിക്കുന്നുണ്ട്. ഷാനവാസ് ഒരു രക്ഷയില്ല, എന്നല്ല പൊളിച്ചടുക്കി. എന്ത് ഭംഗിയാണ് ആ മനുഷ്യനെ കാണാൻ, സംസാരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ. ശരിക്കും ഇന്നലെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഷാനവാസ്. ഒരു രക്ഷയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൃത്യമായി കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.